കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഉയർന്നതോടെ പത്രിക മാറ്റിവെച്ചിരുന്നു. അപരനായി പത്രിക സമർപ്പിച്ച പൊന്നാനി സ്വദേശി മൊയ്തീന്റെ നാമനിർദ്ദേശ പത്രിക ഹിയറിംഗിനായി മാറ്റിവെച്ചു. നട്രാജ് പരശുറാം ചേരുകയാണ് വിശദാംശങ്ങളുമായി. നട്രാജ്, AC മൊയ്തീന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത് എന്ന് പറയാൻ കാരണമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ പത്രിക സ്വീകരിച്ചുവല്ലോ. AC മൊയ്തീന്റെ പത്രിക സ്വീകരിച്ചു. ചില മൈനർ തെറ്റുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കേണ്ടി വരുമെന്നൊരു നില വന്ന സമയത്താണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായത്. അപ്പോൾ മൊയ്തീൻ ഒരു അപരൻ ഉണ്ടായിരുന്നു. അപരന്റെ പത്രികയിലും ചില തെറ്റുകൾ വന്നു. അത് വലിയ തെറ്റുകളായിരുന്നു. അത് സൂക്ഷ്മ പരിശോധനയ്ക്കായി പിന്നീടേക്ക് മാറ്റിയപ്പോൾ ഇതും മാറ്റിവെക്കണമെന്ന തരത്തിൽ ചില എതിർപ്പൊക്കെ വന്നതാണ്. ആ സമയത്തുള്ളൊരു നടപടി എന്ന നിലയിൽ പത്രിക മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് അതിലെ തെറ്റുകൾ തിരുത്തി എന്ന് ബോധ്യപ്പെട്ടോടുകൂടി, വലിയ തെറ്റുകളല്ല എന്ന് ബോധ്യപ്പെട്ടോടുകൂടി AC മൊയ്തീന്റെ പത്രിക സ്വീകരിച്ചുകൊണ്ട് അറിയിപ്പ് വന്നു. അപരന്റെ പത്രികയിൽ ഹിയറിംഗ് നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ മൊയ്തീൻ എന്ന വ്യക്തിയാണ് അപരനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഓടിപ്പോവുകയായിരുന്നു. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി.